ചേട്ടാ, ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം റിപ്പർ ജയാനന്ദിന്റെ ജയിൽ ചാട്ടവുമായി വളരെയധികം സാമ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതായത് മാസങ്ങൾ കടന്ന് പട്ടിണി കിടന്നും പിന്നെ കമ്പി മുറിക്കാനുള്ള സാധനങ്ങൾ ജയിലിനുള്ളിൽ തന്നെ കണ്ടുപിടിച്ചും അങ്ങനെയൊക്കെയാണ് ഇവർ രണ്ടുപേരും ഈ സമാനമായ രീതിയിൽ തന്നെയാണ് ജയിൽ ചാട്ടം നടത്തിയിരിക്കുന്നത്. അപ്പം രണ്ട് കൊടും കുറ്റവാളികൾ ഇത്രയും അതീവ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം നടത്തി. അപ്പം ഒന്നുകിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു വീഴ്ചയാവാം. ഇത്രയും സുരക്ഷിതമായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും കൊടും കുറ്റവാളികൾ ഇങ്ങനെ ജയിൽ ചാടുന്നത്? നമ്മൾ ഈ അരുണിമ പറഞ്ഞതിനകത്ത് കൊടും കുറ്റവാളി എന്ന് പറയുന്നതിൽ ഈ ജയാനന്ദൻ്റെ കാര്യത്തിലൊരു വ്യത്യസ്തതയുണ്ട്. ഇവിടുത്തെ ചില സാംസ്കാരിക പ്രവർത്തകർ അംഗീകരിക്കുന്ന ഒരാളാണ് ഈ ജയാനന്ദൻ. ജയാനന്ദൻ്റെ പുസ്തകം പുലരി വിരിയും മുമ്പേ ഇവിടെ പ്രകാശനം ചെയ്തപ്പോൾ ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പലർക്കും വലിയ വിഷമം തോന്നി. പ്രത്യേകിച്ചും ജയാനന്ദൻ ചെയ്ത കൊലകളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല, എത്ര എണ്ണം ചെയ്തു എന്നുള്ളത്. പ്രധാനമായും ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീകളെ ആക്രമിക്കുക, അവരിൽ നിന്നും സ്വർണം കവർന്നെടുക്കുക, അവരെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ ജയാനന്ദൻ കൊന്ന ഒരാൾ സെക്ഷലി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത് ജയാനന്ദൻ ചെയ്തു അല്ലെങ്കിൽ ഇല്ല, അത് വ്യക്തതയില്ല, ആ കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പ്രായമായ ഒരു സ്ത്രീയെയും അവരുടെ സഹോദരനെയും ജയാനന്ദൻ കൊലപ്പെടുത്തിയതിൽ ഉൾപ്പെടുന്നവരാണ്. ജയാനന്ദൻ ഇത് തുടങ്ങുന്നത് ഒരു സാരിയുടെ പേരിലാണ്. ഒരു സാരിയുടെ പേരിൽ ജയാനന്ദൻ്റെ കുടുംബം അവമാനിക്കപ്പെട്ടു. അതിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് എന്നാണ് പോലീസിൻ്റെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. പിന്നീട് വധശിക്ഷ ലഭിച്ചു, വധശിക്ഷയിൽ ഇളവ് ലഭിച്ചു, ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മകൾ അഡ്വക്കേറ്റാണിപ്പോൾ. ജയാനന്ദൻ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ മകൾ അഭിഭാഷകയായി മാറി. മകൾ ജയാനന്ദൻ്റെ പരോളിന് വേണ്ടി വാദിച്ചിട്ടുണ്ട്. ജയാനന്ദനെ സ്നേഹിക്കുന്ന രണ്ടുപേരുണ്ടെന്ന് കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് ജയാനന്ദൻ്റെ ഭാര്യ എന്ന് കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജയിൽ ചാടിയിട്ടുള്ളത് ശിവജിയാണ്. ശിവജിയുടെ കഥ നമുക്ക് പിന്നെ പറയാം. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഞെട്ടിച്ച ജയിൽ ചാട്ടം ജയാനന്ദൻ്റേതാണ്. ജയാനന്ദൻ ആദ്യം ചാടുന്നത് 2011 കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നാണ്. ജയാനന്ദൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയാനന്ദൻ അതിനു മുമ്പ് തന്നെ 4 മാസം മുമ്പ് തന്നെ ജയാനന്ദൻ ഊട്ടിയിൽ വീട് വാടകയ്ക്കെടുത്തു. അതിനുശേഷം ഭാര്യയെയും മകളെയും ഒക്കെ അവിടേക്ക് മാറ്റി ആ ഊട്ടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജയിൽ കിടന്നുകൊണ്ട് തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്തു. ഇതിനുശേഷം ജയാനന്ദൻ നമ്മുടെ ജയിലിൻ്റെ പരിസരമാകെ അരിച്ചു പറക്കി. അയാൾ പല സ്ഥലങ്ങളും അലഞ്ഞു തിരിഞ്ഞ് നടന്നു ജയിലിനുള്ളിൽ. അയാൾ ഈ വർക്ക്ഷോപ്പിൻ്റെ ഭാഗങ്ങളിൽ പോയി, ഈ തടിപ്പണിക്കാരുടെ ഭാഗങ്ങൾ അവിടെയൊക്കെ തന്നെ പോയി എന്തെങ്കിലും ഒരു ആയുധം ലഭിക്കുമോ എന്നറിയാൻ. അങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് അയാൾക്ക് ഇതുപോലെ ഒരു ഹാക്സോ ബ്ലേഡ് കിട്ടി. ആ ബ്ലേഡുമായിട്ട് അയാൾ നേരെ സെല്ലിലേക്ക് വന്നു. സെല്ലിലേക്ക് വരും മുമ്പ് അയാൾ ഒരു സോപ്പ് പിന്നെ കുറച്ച് മെഴുകും അടിച്ചു മാറ്റി. അയാൾ ഈ സോപ്പും മെഴുകും കൊണ്ടുവന്ന് ഇതിൽ തേച്ച് പിടിപ്പിച്ചു കമ്പിയിൽ. ജയാനന്ദൻ്റെ 2 ജയിൽ ചാട്ടവും ജൂൺ മാസത്തിലായിരുന്നു. 2011 ജൂൺ മാസത്തിൽ കണ്ണൂരും 2013 പൂജപ്പുര, അവിടെയും ജൂൺ മാസത്തിലാണ് ജയാനന്ദൻ തിരഞ്ഞെടുത്തത്. എന്തിന് ജൂൺ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മഴ പെയ്യുമ്പോൾ വേണം ഈ കമ്പി ഇറക്കാൻ. കമ്പി ഇറക്കുമ്പോൾ സൗണ്ട് കേൾക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഗോവിന്ദചാമി ചെയ്തതുപോലെ തന്നെ ജയാനന്ദൻ അതിനു മുമ്പ് തന്നെ പട്ടിണി കിടന്നു തുടങ്ങി. ശരീരം നല്ല രീതിയിൽ മെലിഞ്ഞ് ഉണങ്ങി. അപ്പോൾ ഇയാൾ ഓരോ ദിവസങ്ങളും രാത്രിയിലിരുന്ന് കമ്പികൾ അറുത്തുമാറ്റി. അറുത്തറുത്ത് കൊണ്ടുവന്ന് ഇയാൾ ഈ കമ്പി വളച്ചു വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ആ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു ഡമ്മി തയ്യാറാക്കി. ഒരു പായയിൽ നീലയും വെള്ളയും വസ്ത്രം ഉള്ള ഒരു ഡമ്മി തയ്യാറാക്കി വെച്ചു. കണ്ടു കഴിഞ്ഞാൽ ജയാനന്ദൻ കിടന്ന് ഉറങ്ങുകയാണ്. ഇത് കണ്ട ഉദ്യോഗസ്ഥർ ജയാനന്ദൻ ഉറങ്ങുകയാണെന്ന് വിചാരിച്ചു.
ജനാർദ്ദൻ പുറത്തിറങ്ങിയ ശേഷം ഈ കമ്പി അതുപോലെ തന്നെ തിരിച്ചു വെച്ചു. കമ്പി വളച്ചു വെച്ച കമ്പി അതുപോലെ തന്നെ തിരിച്ച് വയ്ക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ജനാർദ്ദൻ ഈ ജയിലിന് ഉള്ളിൽ നിന്ന് തന്നെ ശേഖരിച്ച തുണി ഉപയോഗിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിൽ ചാടി കടന്നുപോയത്. ഊട്ടി വരെ പോയ ആൾ ഊട്ടി വരെ എത്തിയിട്ട് അതിന് ശേഷമാണ് ജയാനന്ദൻ്റെ ഒരു സുഹൃത്തിനെ പിടികൂടിയതോടാണ് ഊട്ടിയിൽ ഇവർ വീടെടുത്തെന്നും അവിടെ ഇയാൾ ഉണ്ടെന്നും പോലീസ് അറിയുകയും പോലീസ് പോയി ജയാനന്ദനെ പിടികൂടി കൊണ്ടുവരികയും ചെയ്തത്. അത് 2011. അതിനുശേഷം ജയാനന്ദനെ ജയിൽ മാറ്റി, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റി പൂജപ്പുരയിലേക്ക് കൊണ്ടുവന്നു. പൂജപ്പുരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ജയാനന്ദൻ കിടക്കുന്ന സെല്ലിനരികിൽ അത് അതീവ സുരക്ഷാ ബ്ലോക്കാണ് പൂജപ്പുരയിൽ. അപ്പോൾ ജയാനന്ദനെ ഒരു ജയിൽ ചാടിയ പ്രതിയുടെ പ്രത്യേകത, ഒരു തവണ ഒരാൾ ജയിൽ ചാടിക്കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ പരോൾ ലഭിക്കുക ബുദ്ധിമുട്ടാണ്. പരോൾ ലഭിക്കില്ല. ജയിൽ ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമാണ്. പിന്നെ നല്ല നടപ്പെന്ന് പറയുന്ന ഒരു കാര്യം, അയാൾ നല്ല ഒരു മാറ്റം അയാൾക്കുണ്ടായി. അയാൾ തുറന്ന ജയിലിലേക്ക് മാറ്റാം. നമ്മുടെ സംസ്ഥാനത്ത് തുറന്ന ജയിലുകളുണ്ട്, ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഉള്ളിൽ ആ ഒരു ജയിലിനുള്ളിൽ ഫ്രീ ആയിട്ട് നടക്കാം. ആ രീതിയിലുള്ള ജയിലുകളുണ്ട്. അപ്പോൾ നെട്ടുകാൽത്തേരിയൊക്കെ തുറന്ന ജയിലാണ്, കാസർഗോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജയിലിലേക്കൊന്നും വിടില്ല. അപ്പോൾ ജയാനന്ദന് ചുവന്ന ബാഡ്ജ് അടിച്ചു. ജയാനന്ദൻ്റെ ഷർട്ടിലെ നമ്പറിന് സാധാരണ ബ്ലാക്ക് ആയിരിക്കും, അത് ചുവപ്പിലേക്ക് മാറ്റും. അതായത് ജയിൽ ചാടിക്കഴിഞ്ഞാൽ ചാടിയ ജയിൽ പുള്ളിയുടെ നമ്പർ ചുവപ്പാക്കി മാറ്റും. വളരെ സുരക്ഷ അയാൾക്ക് പൂജപ്പുരയിൽ ഒരുക്കി. വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതീവ സുരക്ഷ ബ്ലോക്കിൽ ഇയാളെ സൂക്ഷിച്ചു. അങ്ങനെ ഇയാൾ എങ്ങനെ ചാടും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ ഇയാൾ കിടക്കുന്ന സെല്ലിൻ്റെ അരികിലെ ബ്ലോക്കിൽ CCTV ക്യാമറ സ്ഥാപിക്കാൻ കൊണ്ടുവന്നു. CCTV ക്യാമറ സ്ഥാപിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഈ ക്യാമറ നിർമ്മിക്കുന്നതിനിടെ അവിടുത്തെ ഈ വന്ന തൊഴിലാളിയുടെ പക്കൽ നിന്നും വീണ്ടും ഒരു ഹാക്സോ ബ്ലേഡ് തറയിൽ വീണു. അതിന് അയാൾ ഇട്ടുകൊടുത്തയാണോ എന്നറിയില്ല. സെല്ലിന് സമീപം തലവെച്ച് കിടന്ന ജയാനന്ദൻ ഇത് വീഴുന്നത് കണ്ടു. ജയാനന്ദൻ പതിയെ കൈയിട്ട് ഈ ഹാക്സോ ബ്ലേഡ് കൈക്കലാക്കി. നേരത്തെ പോലെ തന്നെ ഇയാൾ ഡമ്മി തയ്യാറാക്കി, ശരീരം പഴയതുപോലെ തന്നെ മെലിപ്പിച്ചു. ഇയാൾ പതിയെ കമ്പിയിൽ നിന്നും ഊർന്നിറങ്ങി അവിടെ നിന്നും കടന്നു. അതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ജയാനന്ദൻ ഇതിനിടെ കിട്ടിയ താക്കോലിൽ നിന്നും ജയാനന്ദൻ സോപ്പിൽ പതിപ്പിച്ച് വന്ന സന്ദർശകന് അയച്ചു കൊടുത്തു. എന്നിട്ട് വ്യാജ താക്കോൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജയാനന്ദൻ അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ട്. അങ്ങനെ ഇയാൾ അവിടെ നിന്നും ചാടിക്കടന്ന് പോയി. ചാടിക്കടന്ന് പോയപ്പോൾ അയാൾ അന്ന് ഓടിയെത്തിയത് തൃശ്ശൂർ വരെയാണ്. തൃശ്ശൂർ വരെയും അയാളെ പിടികൂടാൻ പോലീസിനെ കൊണ്ടന്ന് സാധിച്ചിരുന്നില്ല. അപ്പം റിപ്പർ ജയാനന്ദനും ഗോവിന്ദച്ചാമിയും തമ്മിൽ ഒരുപാട് സാമ്യതയുണ്ട്. അതായത് ജയിൽ ചാട്ടത്തിൽ റിപ്പർ ജയാനന്ദൻ ഗോവിന്ദച്ചാമിയെ പോലെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയ ആരെങ്കിലും സ്ത്രീയെ കൈക്കലാക്കണമെന്നുള്ള മോഹത്തിൽ നടന്ന ഒരാളല്ല. അയാൾക്ക് ഏറ്റവും ഒരു അപമാനം, അതൊരു വലിയ മുറിവായി അയാളുടെ മനസ്സിൽ പതിഞ്ഞു. ആ അപമാനത്തിൽ നിന്നാണ് അപമാനം അയാളുടെ ഉള്ളിൽ ആളിക്കത്തി. അതിൽ നിന്നും ഈ സ്ത്രീകളോട് വല്ലാത്തൊരു വിരോധം. അങ്ങനെ ഓരോരുത്തരെയായി അയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. ഓരോരുത്തരെ കൊലപ്പെടുത്തും, സ്വർണം കൈക്കലാക്കും. ആ രീതിയാണ് അയാൾ സ്വീകരിച്ചിരുന്ന ഒരു കാര്യം. ഇപ്പുറത്ത് ഗോവിന്ദസ്വാമി ആണെങ്കിൽ അയാൾക്ക് പകയല്ല, ഈ പറയുന്ന പോലെ രതിവൈകൃതം എന്ന് പറയുന്ന സ്വഭാവ രീതിയാണ് അയാൾക്കുള്ളത്. അപ്പം അത്തരത്തിലൊരാളാണ് അയാൾ. പക്ഷേ ഇവർ തമ്മിലുള്ള ജയിൽ ചാട്ടത്തിലാണ് ഇത്രയധികം സാമ്യത ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരുമല്ല, കേരളത്തെ ഞെട്ടിച്ചത് മൊത്തം ശിവജിയായിരുന്നു. ശിവജിയുടെ ജയിൽ ചാട്ടമാണ് കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ ജയിൽ ചാട്ടം. ശരി.